ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്നാമതേ സമാധാനമില്ല, അതിന്റെ ഇടയ്ക്ക് മണിയറ. ഇതൊന്നും വേണ്ടളിയാ. ഇതൊക്കെ വേണോ അളിയാ? അളിയുടെ നാത്തൊരു പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങളതൊന്ന് ശരിയാക്കട്ടെ. ചെല്ലു മോനെ, ചെല്ല അളിയാ, ചെല്ല്. നിന്റെയൊക്കെ ഒരു നിലവിളി. എന്റെ കൊച്ചി എന്തേലും ഒരു കടുകൈ കാണിച്ച നിന്നെയൊന്നും ഞാൻ വെച്ചേക്കില്ല. എല്ലാത്തിനും ഞാൻ തുണ്ടായിട്ട് അരിയൊടി. അവനുണ്ടല്ലോ ആ നന്ദിയട്ട നായ രാജു, അവനെ ആ മന്ത്രിയുടെ മകളെ ഞാൻ ആദ്യം കൊല്ലും. രുക്മിണി, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞങ്ങള് രുക്മിണിയെ പോയി മിണ്ടരുത് നീയൊന്നും. അവളൊക്കെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് എന്നോട് ചെയ്ത കൊലച്ചതി. അന്ന് അമ്മ എന്താ മിണ്ടരുതെന്നാ പറഞ്ഞത്. ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാം. നീയൊക്കെ ഇടിവെട്ടി ചാവോടി, ഇടിവെട്ടി ചാവും. ഇതൊക്കെ എന്റെ തെറ്റ് തന്നെയാ. ഞാൻ കാരണം വിഷമിക്കേണ്ടി വന്നത് രാജു അല്ലേ? എന്നെ രാജു കല്യാണം കഴിച്ചതുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും വിഷമിക്കുന്നില്ലേ? മാഡം വിഷമിക്കാതിരിക്കെ, ഇതൊന്നും സാരമാക്കണ്ട. അമ്മയുടെ ഈ പിണക്കമൊന്നും ഒരു പിണക്കമായിട്ട് കരുതണ്ട. രാജു പിന്നെ എന്തിനാ എന്നെ മാഡം എന്ന് വിളിക്കുന്നേ? അതിപ്പോ വിളിച്ച് ശീലിച്ചു പോയില്ലേ, പെട്ടെന്ന് മാറ്റാൻ. രാജു എന്നെ സിൻസിയർലി താലി കിട്ടിയതാണോ അതോ എന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, വീണ്ടും വീണ്ടും മാഡം എന്ന് വിളിക്കുന്നതുകൊണ്ട് എന്നെ ഋതിക എന്ന് വിളിച്ചൂടെ? വിളിക്കാം മാഡം, വരട്ടെ, ഞാൻ വിളിക്കാം. രാജു എന്താ ഇങ്ങനെ? രാജു ആദ്യം എന്താ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പിന്നീട് വന്ന് എന്നെ കല്യാണം കഴിക്കുകയും ചെയ്തത്? രാധമ്മ രമ്യക്ക് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് കരുതിയായിരിക്കണം ആദ്യം അകന്ന് നിന്നത്. എനിക്കിപ്പോഴൊരു ഡൗട്ടുണ്ട്. രാജു എന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള പ്രേമം കൊണ്ട് തന്നെയാണോ? എന്താ മാഡം എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല രാജു. അല്ല, എന്തോ ഉണ്ട്. ഇത് വേണ്ടായിരുന്നു എന്ന് രാജുവിന് തോന്നുന്നുണ്ടോ? വേണ്ടാന്ന് തോന്നിയിരുന്നെങ്കിൽ മാഡത്തിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടുമായിരുന്നു. ഞാൻ താലി കെട്ടിയത് ആത്മാർത്ഥമായിട്ട് തന്നെയാ, മനസ്സിലായോ? അപ്പൊ രാജു എന്നെ കല്യാണം കഴിച്ചത് എന്നോടുള്ള പ്രണയം കൊണ്ട് തന്നെയാ, നോ ഡൗട്ട്. ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവോ? വാടാ മോനെ. അല്ല, ഇതൊക്കെ ഇത് മണിയറ അലങ്കരിക്ക. ഞാൻ പ്ലേറ്റ് തിരിച്ചൊന്നുമല്ല, ന്യായം അളിയന്റെ ഭാഗത്താണെന്ന് എനിക്കറിയാം. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ അളിയാ? ആവശ്യമുണ്ടോ അളിയാ? ഞാനേ ഒന്ന് രണ്ട് സാധനം എടുത്തിട്ട് വരെ. അളിയ, ആദ്യ രാത്രി ഒന്നേ ഉള്ളു, പിന്നെ കിട്ടത്തില്ല.
ഞാൻ ഓട്ടം തുള്ളലുകാരനെ കെട്ടിയത് കൊണ്ട് എന്റെ ആദ്യ രാത്രി വെളുക്കുന്നത് വരെ മൂപ്പരുടെ ഓട്ടം തുള്ളലിലായിരുന്നു. കഥ കല്യാണ സൗഗന്ധികം. ദാണ്ട ഇവിടെ രാഘമ്മയും പെമ്മക്കളും ഓട്ടം തുള്ളൽ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ കാര്യമാക്കണ്ട. ഒന്നാമതേ സമാധാനമില്ല, അതിന്റെ ഇടയ്ക്ക് മണിയറ. ഇതൊന്നും വേണ്ടളിയാ. ഇതൊക്കെ വേണോ അളിയ? അളിയുടെ നാത്തൊരു പുറത്തേക്ക് ഇറങ്ങിയ ഞങ്ങളതൊന്ന് ശരിയാക്കട്ടെ. ചെല്ലു മോനെ, ചെല്ല അളിയാ. ചെല്ല്. അളിയ നമുക്കിത് നോക്കാം. അമ്മ ഇവിടെ വെച്ച് കിട്ടിയാ മതിയോ? ആ ആ മോളെ, മോള് വെള്ളമൊന്നും കുടിച്ചില്ല. സ്വർഗമാണെന്ന് കരുതി മോള് കയറി വന്നത് നരകത്തിലേക്കായിപ്പോയി. സാരമില്ല, ഇതൊരു സ്വർഗമായിട്ട് തന്നെ നമുക്ക് ദൈവം തിരിച്ചു തരും. കണ്ണീരോടെ വിതയ്ക്കുന്നതെല്ലാം ആർപ്പോടെ കൊയ്യും. എന്നാലും അങ്കിള്, ഞാൻ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായില്ലേ? അതിന് മോൾ എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവമായിട്ട് നടത്തുന്ന ചില ശരികളുണ്ട്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് ദൈവം തന്നെ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ കൊട്ടാരത്തിലെ രാജകുമാരിയെ ഒരു ഡ്രൈവറുടെ മകനായ രാജു കെട്ടുവോ? എന്റെ മകൻ ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കുമെന്ന സ്വപ്നം ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല. അതവൻ ജനിച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയ സ്വപ്ന. ആ സ്വപ്നം യാഥാർത്ഥ്യായി, അത്രേ ഉള്ളൂ. മോൾ കരയണ്ട.